ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയുടെ സിദ്ധാർത്ഥിൻ്റെയും വിവാഹ നിശ്ചയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആചാരപ്രകാരം ചന്ദ്രികയുടെ തലയിൽ ചെറുക്കൻ്റെ അമ്മ പൂ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാനകിയോട് ലക്ഷ്മി പറഞ്ഞപ്പോൾ ജാനകി അത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയുടെ കവിളിൽ അവരൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് വീണ്ടും പോയിട്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് നിൽക്കാൻ പറയുകയാണ്. അത് കേട്ടതും ചന്ദ്രിക നാണത്തോടെ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ശരി എല്ലാവരും ഇവിടെ നിൽക്ക്, ഞാൻ പോയി ജ്യൂസ് എടുത്തിട്ട് വരാം. ആരതി പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം അവളുടെ അമ്മയ്ക്കും മുത്തശ്ശനും മഹേന്ദ്രനും ലക്ഷ്മിക്കും ഒക്കെ കൊടുത്തതിന് ശേഷം സിദ്ധാർത്ഥിന് കൊടുക്കുവാണ്. അവസാനം ആ ഒരു ഗ്ലാസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചന്ദ്രിക വിചാരിച്ചെന്താ അവൾക്ക് കൊടുക്കാത്തതെന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരതി പറയാണ്, നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി പകുതി ചന്ദ്രികയ്ക്ക് കൊടുക്കണം. അത് കേട്ടിട്ട് എല്ലാവരും നാണത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥാണെങ്കിൽ മെല്ലെ മെല്ലെ ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരതി പറയുന്നുണ്ട്, ഏയ് സിദ്ധു മതി, ഇനി ബാക്കി ചന്ദ്രയ്ക്ക് കൊടുക്ക്. ആരതി വേണ്ട, ചന്ദ്രിക പറയാണ്. കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പമില്ലാന്ന്, അനങ്ങാതെ വാങ്ങി കുടിക്കാൻ നോക്ക്. അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥാണെങ്കിൽ ജ്യൂസ് ചന്ദ്രയ്ക്ക് നേരെ കൊടുക്കുവാണ്. ചന്ദ്രിക വാങ്ങിയിട്ട് നാണത്തോടെ ആ ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രിക ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ സിദ്ധുവിനെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു സന്തോഷ നിമിഷത്തിലാണുള്ളത്. പക്ഷെ ഒരാൾ ഒഴികെ, മലരിന് മാത്രം അതൊന്നും ആസ്വദിക്കാനോ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ മനസ്സ് നിറയെ ആശങ്കയായിരുന്നു. സിദ്ധുവായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ തനിക്ക് തൻ്റെ അമ്മയെ നഷ്ടപ്പെടുമോ എന്ന്. അങ്ങനെ സന്തോഷപരമായിട്ട് ആ ഒരു വിവാഹ നിശ്ചയം അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പിറ്റേത്തെ ദിവസമാണ്. ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിലും ആ ചെറിയ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് ചൂടുകൊണ്ട്. ആ സമയത്ത് രാവിലെ തന്നെ മേഘ വന്നിട്ട് മുറ്റത്ത് വെള്ളമൊക്കെ തളിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയാണ്, ആ നന്നായിട്ട് തളിക്ക്. അതിനുശേഷം മേഘ വേഗം തന്നെ അവിടെ കോലം വരെയാണ്. മുത്തശ്ശിയാണെങ്കിൽ ചൂടെടുത്തിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മനോഹരം വന്നിട്ട് സ്വതസിദ്ധമായ ശൈലി പറയുന്നുണ്ടായിരുന്നു, ഓ വലിയ മൈസൂർ മഹാറാണി ഇപ്പോൾ ഏത് നിമിഷവും ഇങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കുകയാണ്. പോടാ, മുത്തശ്ശി ദേഷ്യത്തോടെ മനോഹരനോട് പറയാണ്. മനോഹരനാണെങ്കിൽ നേരെ മേഘയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൾ കോലം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളോട് പറയുന്നുണ്ട്, മേഘ വീട് ഭംഗിയാക്കാൻ വേണ്ടിയാണ് നീ കോലം വരക്കുന്നത്, പക്ഷേ നിന്റെ ജീവിതം മുഴുവൻ അലങ്കോലമായല്ലോ മോളെ. അപ്പോൾ മേഘ ആകെ ഞെട്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്താ മാമ അങ്ങനെ പറഞ്ഞത്? അല്ലാതെ പിന്നെ, ഇന്നലെ വരെ നീ ആ വീട്ടിലെ മഹാറാണിയായിട്ടും ചന്ദ്രിക ഈ വീട്ടിലെ വീട്ടുവേലക്കാരിയായിട്ടാണ് ഉണ്ടായിരുന്നത്. മേഘ വിഷമത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയും അത് ശരിവെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മനോഹരം പറയാണ്, എന്നാ ഇന്ന് നോക്കുവാണെങ്കിൽ നീ ഈ വീട്ടിലെ വേലക്കാരിയായിട്ടും ചന്ദ്രിക ആ വീട്ടിലെ മഹാറാണിയുമായിട്ടാണുള്ളത്. മേഘ വല്ലാത്ത ദേഷ്യത്തോടു കൂടിയാണ് അത് കേൾക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് പറയാനാ, ഒക്കെ തലവിധി. മേഘ, ഇന്നലെ ചന്ദ്രികയും സിദ്ധാർത്ഥും തമ്മിലുള്ള പെണ്ണ് കാണലായിരുന്നു. അവൾക്ക് പൂവച്ചിട്ട് ജാനകി അവളെ മരുമകളായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. അത് കേട്ടതും മേഘ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണ നിശ്ചയം ഉണ്ടാവും, അതിനുശേഷം കല്യാണവും നടക്കും. മനോഹരം പറഞ്ഞത് കേട്ടതും മേഘ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അവളിങ്ങനെ മനോഹരനെ തന്നെ നോക്കി നിൽക്കുകയാണ്, ഒന്നും പറയാതെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മേഘ ഞാൻ പറയുന്നത് നീ തെറ്റിദ്ധരിക്കരുത്. ചന്ദ്രിക സിദ്ധാർത്ഥിൻ്റെ കൂടെ ജീവിക്കാൻ പോവാണ്. നീ വെറുതെ സിദ്ധാർത്ഥിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ജീവിതം നശിപ്പിക്കാതെ നീ മര്യാദയ്ക്ക് മനീഷിൻ്റെ കൂടെ ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശി എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, മേഘ മനോഹരം പറയുന്നതാണ് ശരി. നീ ഞങ്ങളോട് ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ വീണ്ടും പറയാണ്, സിദ്ധുവിനെ മറന്നിട്ട് മനീഷിൻ്റെ കൂടെ ഒന്നിച്ച് ജീവിക്കുന്നതാണ് നിനക്കും നല്ലത്, നിൻ്റെ മകൾക്കും നല്ലത്. അതേ മേഘ, മനോഹരൻ പറയാണ്. അപ്പോൾ മേഘ രണ്ടുപേരോടായിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ആരുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളാരും എനിക്ക് അഡ്വൈസ് തരേണ്ട ആവശ്യമില്ല. സിദ്ധാർത്ഥിൻ്റെ കൂടെ ഞാൻ ജീവിച്ചില്ലേലും കുഴപ്പമില്ല, പക്ഷേ അവൻ ചന്ദ്രികയുടെ കൂടെ ജീവിക്കാൻ പാടില്ല. അവരൊന്നിച്ച് ജീവിക്കാനും ഞാൻ സമ്മതിക്കില്ല. ഇവൾക്കൊരു മാറ്റം ഉണ്ടാവില്ലെന്ന അർത്ഥത്തിൽ മുത്തശ്ശിയും മനോഹരനും പരസ്പരം നോക്കുവാണ്. അപ്പോൾ മേഘ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്, ചന്ദ്രിക എൻ്റെ അടുത്ത് നിന്ന് എല്ലാം അപഹരിച്ചെടുത്തു, പക്ഷേ സിദ്ധാർത്ഥിനെ മാത്രം അവൾക്ക് എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുക്കാൻ സാധിക്കില്ല. അത് സംസാരിച്ചിട്ട് പെട്ടെന്ന് മേഘയുടെ കണ്ണു പോയത് മുറ്റത്തെ തോട്ടത്തിൽ നിന്നും പൂ പറിക്കുന്ന ജാനകിയുടെ മേലെയായിരുന്നു.
അപ്പോൾ ജാനകിയെ നോക്കിക്കൊണ്ട് മേഘ പറയുന്നുണ്ട്, ഞാൻ ജാനകി അമ്മായിക്കും ആരതിക്കും എന്തൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുള്ളതാ. എന്നെ മാറ്റി നിർത്തി അവർക്ക് സിദ്ധാർത്ഥിനെ കൊണ്ട് ചന്ദ്രികയെ കല്യാണം കഴിപ്പിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. മനോഹരം പിറുപിറുക്കുകയാണ്. മുത്തശ്ശിക്കും മേഘയോട് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു, എത്ര പറഞ്ഞിട്ടും മേഘയ്ക്ക് മനസ്സിലാവാത്തത് കണ്ടിട്ട്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ജാനകി അമ്മായിയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ച് നോക്കട്ടെ. എന്നാ ഇത് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് കോലം വരയ്ക്കുന്ന ആ ഒരു പാത്രം മനോഹരനെ ഏൽപ്പിച്ചിട്ട് ജാനകിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവർ രണ്ടുപേരും പറഞ്ഞത് കേൾക്കാതെ മേഘ പോകുന്നത് കണ്ടപ്പോൾ തന്നെ അവർ തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെ മേഘ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി മനോഹരനോട് ചോദിക്കുകയാണ്, ഏയ് മനോഹര, അവള് വീണ്ടും അടി വാങ്ങിക്കാനാണോ പോയിട്ടുള്ളത്? ഇത്തവണ ഒന്നുകൂടി സൂപ്പറായിട്ടായിരിക്കും കിട്ടുന്നത്, മനോഹരന് ചേച്ചിയോട് പറയാണ്. അപ്പോഴേക്കും മേഘ ജാനകിയുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. ജാനകിയെ വിളിക്കുകയാണ്, അമ്മായി. പക്ഷെ ജാനകി തീരെ വില വെക്കുന്നുണ്ടായിരുന്നില്ല, മേഘ വന്നതുപോലും ശ്രദ്ധിച്ചില്ല. അപ്പോൾ മേഘ ഒന്നുകൂടെ വിളിക്കുന്നുണ്ട്, അമ്മായി ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ജാനകി ദേഷ്യത്തോടെ നോക്കുവാണ്. എന്നിട്ട് മേഘയ്ക്ക് അവസാനമായിട്ട് കൊടുക്കുന്ന ഒരു വാണിംഗ് പോലെ പറയുന്നുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടി നിന്റെ വായ കൊണ്ട് എന്നെ അമ്മായി എന്ന് വിളിക്കാൻ പാടില്ല. അതിനുള്ള അർഹത നീ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അത് കേട്ടതും മേഘ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അവൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ജാനകി പറഞ്ഞത്. അതുപോലെ തന്നെ മനോഹരനും മുത്തശ്ശിയൊക്കെ ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു ജാനകി പറഞ്ഞത് കേട്ടപ്പോൾ. ശരിക്ക് പറഞ്ഞാൽ മേഘയ്ക്ക് അതിനുള്ള യാതൊരു അർഹതയുമില്ല. ആ കുടുംബമായിട്ട് മേഘയ്ക്കോ മുത്തശ്ശിക്കോ യാതൊരു ബന്ധവും ഇല്ല. ഓ അങ്ങനെയാണോ? അപ്പോൾ മുത്തശ്ശിയും കൂളായിട്ട് നിൽക്കുകയാണ് മേഘയുടെ സംസാരം കേട്ടപ്പോൾ. മേഘ ചോദിക്കുന്നുണ്ട്, ഇന്നലെ ചന്ദ്രികയെ നിങ്ങളുടെ മകനുമായിട്ട് കല്യാണം ആലോചിച്ചു എന്ന് കേട്ടല്ലോ. കല്യാണ നിശ്ചയത്തിന് നാളൊക്കെ കുറിച്ചു എന്ന് കേട്ടല്ലോ. ആ അതെ. ജാനകി മേഘയെ നോക്കാതെ മറുപടി കൊടുക്കുവാണ്. അതിന് നിനക്കെന്താ? ഈ നിശ്ചയം നടക്കാൻ പാടില്ല. മേഘ പറഞ്ഞത് കേട്ടതും ജാനകി ദേഷ്യത്തോടെ മേഘയെ നോക്കുവാണ്. ജാനകിയുടെ മറുപടി എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് മുത്തശ്ശിയും മനോഹരനും. അപ്പോൾ ജാനകി മേഘയോട് പറയുന്നുണ്ട്, കല്യാണ നിശ്ചയം നടക്കാൻ പാടില്ല എന്ന് പറയാൻ നീ ആരാ? മനോഹരനും സന്തോഷത്തോടെ നിൽക്കുകയാണ്, മുത്തശ്ശിയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. കാരണം അവർ മേഘ പോകുമ്പോഴേ മേഘയെ വാൺ ചെയ്തതാണ് പോകണ്ടെന്ന്. അപ്പോൾ മേഘ തിരിച്ച് ജാനകിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക്. അതിനുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സാക്ഷി പറഞ്ഞു തരും. മേഘ വലിയ ആളായിട്ട് വീമ്പ് പറയാണ്. അപ്പോൾ ജാനകി പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട്, ആഹാ, എന്തോ നീ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് ഞങ്ങളെ സഹായിച്ചതുപോലെയാണല്ലോ നിന്റെ സംസാരം. ജാനകിയുടെ മറുപടി അങ്ങനെയായിരിക്കുന്നു മേഘ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജാനകി മേഘയോട് പറയാണ്, നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന സഹായങ്ങൾ ഓരോന്നും എൻ്റെ ഏട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നാണ്. ജാനകിയുടെ മറുപടി അതുതന്നെയായിരിക്കുന്നു മനോഹരനും മുത്തശ്ശിക്കും അറിയാമായിരുന്നു. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി ക്ലൈമാക്സ് ആവാൻ പോവാണ് ചേച്ചി. എനിക്കും തോന്നുന്നത് ഇപ്പോൾ ഏകദേശം അടി കിട്ടുന്നതാണ്. അവർ രണ്ടുപേരും ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെയാണ് കണ്ടു നിൽക്കുന്നത്. ഓ റൂൾസിൽ പറയാണോ? എന്താ പറയാൻ പാടില്ലാത്തത്? എല്ലാവരും ഒന്നായതിൻ്റെ അഹങ്കാരത്തിൽ പറയുന്നതാണോ? മേഘയും പരിഹാസത്തോടെ തന്നെയാണ് തിരിച്ച് ജാനകിയോട് ചോദിക്കുന്നത്. ജാനകിയുടെ മറുപടിക്ക് വേണ്ടിയിട്ടാണ് മനോഹരനും മുത്തശ്ശിയും കാത്തു നിൽക്കുന്നത്. അപ്പം തന്നെ മേഘ ജാനകിയോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ്റെ ജീവിതം നന്നായി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പോലെ തന്നെ നിങ്ങളുടെ മകൻ്റെ ജീവിതവും ഒരു കാരണവും ഇല്ലാതെ നശിച്ചു പോവും. അത് കേട്ട സമയത്ത് ജാനകിയുടെ കൺട്രോൾ നശിച്ചിട്ടുണ്ടായിരുന്നു. ജാനകി മേഘയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഏയ് എന്ന് പറയാണ് ആദ്യം തന്നെ. ജാനകിയുടെ ശൗര്യം കണ്ടപ്പോൾ മുത്തശ്ശിക്കും മനോഹരനും ഏകദേശം പേടിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ മേഘ വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. ചന്ദ്രികയെ സിദ്ധാർത്ഥിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ ചന്ദ്രികയെ കൊണ്ട് സിദ്ധാർത്ഥിനെ കല്യാണം നടത്തിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാവണം. മേഘ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. മുത്തശ്ശി മനോഹരനൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, ഭീഷണിപ്പെടുത്തുവാണോ? നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാനാ സാധിക്കുക? അപ്പോൾ മനോഹരൻ ഇപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, കറക്റ്റാണ്. നോക്ക്, ഇങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തലുകളും നിൻ്റെ ഈ അഹങ്കാരമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എൻ്റെ മകന് ഞാൻ ചന്ദ്രികയാണ് കല്യാണം നടത്തി കൊടുക്കാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ മുത്തശ്ശി മനോഹരനും തലയാട്ടിക്കൊണ്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അത്രയ്ക്കധികം അവർ മേഘയോട് പറഞ്ഞതാണ് ഇനി മനീഷിനെ നോക്കിയിട്ട് അവൻ്റെ പിന്നാലെ പോവാൻ.
അപ്പോൾ മേഘ ഇങ്ങനെ ദേഷ്യത്തോടെയും ഞെട്ടലോടെയും കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് ആരെക്കൊണ്ടും തടയാൻ സാധിക്കില്ല. നിന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ, പോടി എന്നും പറഞ്ഞിട്ട് ജാനകി പരിഹാസത്തോടെ മേഘയോട് പറഞ്ഞിട്ട് പോവുകയാണ്. മേഘയാണെങ്കിൽ നാണം കെട്ടിട്ട് തൊലിയുരിഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി മനോഹരനോട് ചോദിക്കുന്നുണ്ട്, എടാ മനോഹര, ഈ അപമാനം ഇവൾക്ക് ആവശ്യമുള്ളതാണോ? ഇവൾ വേണ്ടാതെ വരുത്തി വെക്കുന്നതല്ലേ ഇത്? നമ്മൾ പറഞ്ഞാൽ പിന്നെ അനുസരിക്കില്ലല്ലോ. അപ്പം മനോഹരൻ പറയാണ്, ചേച്ചി, നിങ്ങളുടെ കൊച്ചുമോള് ആര് പറഞ്ഞാലും അനുസരിക്കില്ല. കിടക്കയിലും കിടക്കില്ല, തറയിലും കിടക്കില്ല. അതുകൊണ്ട് ഇവളെ ഒന്നും ആർക്കും തിരുത്താനും സാധിക്കില്ല. അല്ല മനോഹര, ഇവളെയും കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു നല്ല സ്വാമിയുടെ അടുത്ത് പോയിട്ട് മന്ത്രിച്ചിട്ട് ഒരു മാല കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നന്നാവുമോ എന്ന് എനിക്ക് തോന്നുവാണ്. അപ്പോൾ മനോഹരൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ചേച്ചി, ദൈവം വിചാരിച്ചിട്ട് പോലും ഇവൾ നേരെയായിട്ടില്ല. പിന്നെയാണോ വെറും ഒരു സ്വാമി വിചാരിച്ചിട്ട് ഇവൾ നേരെയാവേണ്ടത്? ഇവളെയും കൂട്ടിയിട്ട് ആ സ്വാമിയുടെ അടുത്തെങ്ങാൻ മറ്റോ പോയെന്ന് വിചാരിക്ക്. ഇവൾ ആ സ്വാമിയെ കൊന്നിട്ട് ആ കുറ്റം കൂടി നമ്മുടെ തലയിൽ വെച്ച് കെട്ടും. പിന്നീട് ആ കൊലക്കേസുമായിട്ട് നമ്മൾ നടക്കേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാതെ വരാൻ നോക്ക് ചേച്ചി. അവളെ അവളുടെ പാട്ടിന് വിട്ടേക്കുന്നതാ നല്ലത്. വാ, നമുക്ക് അകത്തേക്ക് പോവാം. എന്നാലും അടി കിട്ടാതെ രക്ഷപ്പെട്ടു അല്ലേ? മുത്തശ്ശി മേഘയെ നോക്കിക്കൊണ്ട് പറയാണ്. ഓ, ചേച്ചിക്ക് അതാണല്ലേ ഒരു കുഴപ്പം എന്നും പറഞ്ഞിട്ട് മനോഹരനകത്തേക്ക് പോവാണ്. പിന്നാലെ അവരും. മേഘയാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെയാണ് മുത്തശ്ശനും ജാനകിയൊക്കെ ഹാളിലിരിക്കുകയാണ്. മുത്തശ്ശൻ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, ഈ രാവിലെ തന്നെ മഹേന്ദ്രൻ ലക്ഷ്മി ഇതൊക്കെ എവിടെ പോയതാ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരതി കോഫി ആയിട്ട് വരുന്നത്. അവർക്ക് രണ്ടുപേർക്കും കോഫി കൊടുത്തപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, സിദ്ധുവും ചന്ദ്രികയൊക്കെ എവിടെയെന്ന്. അവർ രണ്ടുപേരും ഫാക്ടറിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. ആരതി, ഈ കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞാൽ അവരോട് രണ്ടുപേരോടും കുറച്ചുനാൾ വീട്ടിലിരിക്കാൻ പറയും. ജോലി ജോലി എന്ന് പറഞ്ഞ് രണ്ടുപേരും അലച്ചിലാണ്. മുത്തശ്ശൻ പറയുകയാണ്. അപ്പോഴേക്കും മഹേന്ദ്രനും ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. മഹേന്ദ്രൻ്റെ കയ്യിലൊരു കവറും ഉണ്ട്. എവിടെ പോയതാ മഹേന്ദ്ര എന്ന് അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണത്തിന് വേണ്ടുന്ന ഇൻവിറ്റേഷൻ്റെ ഡിസൈൻസ് വാങ്ങിക്കാൻ പോയതാണെന്നാണ് പറയുന്നത്. അതിനുശേഷം ജാനകിയോടായിട്ട് മഹേന്ദ്രൻ പറയാണ്, ഇതിൽ 10 ഇൻവിറ്റേഷൻ ഉണ്ട്, അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കവർ ജാനകിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവരത് വാങ്ങിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, മഹേന്ദ്ര, ശരിക്ക് പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് സിദ്ധുവും ചന്ദ്രികയും സെലക്ട് ചെയ്യുന്നതല്ലേ? അതുതന്നെയാണ് ലക്ഷ്മിയുടെയും ആരതിയുടെയും അഭിപ്രായം. അവരോട് രണ്ടുപേരോടും വരാൻ പറയും. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ സെലക്ട് ചെയ്യട്ടെ. അപ്പം എല്ലാവരും അതിനോട് യോജിക്കുകയാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥ് റെഡിയായിട്ട് താഴേക്ക് വരുന്നത്. അവനെ മുത്തശ്ശൻ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്താ കാര്യം ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കാൻ പറയാണ്. മഹേന്ദ്രൻ ഇൻവിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത് സെലക്ട് ചെയ്യും. അപ്പോൾ സിദ്ധു ഇങ്ങനെ നോക്കി നിൽക്കണം അദ്ദേഹത്തെ. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളുടെ നിശ്ചയത്തിനുള്ള ഇൻവിറ്റേഷനാണ്. നിങ്ങൾ തന്നെ ഇത് സെലക്ട് ചെയ്തോ? അപ്പോൾ ആരതിയും പറയുന്നുണ്ട്, ആടാ, നീ തന്നെ സെലക്ട് ചെയ്യേ. അപ്പം മുത്തശ്ശനോട് സിദ്ധു പറയുന്നുണ്ട്, എന്താ മുത്തശ്ശ ഇതൊക്കെ എന്നോട് പറയുന്നത്? നിങ്ങൾ വലിയ ആൾക്കാർ സെലക്ട് ചെയ്യുന്നതല്ലേ നല്ലത്? ഏയ്, അതിനേക്കാളും നല്ലത് നീയും ചന്ദ്രികയും ചേർന്ന് സെലക്ട് ചെയ്യുന്നതാണ്, മുത്തശ്ശൻ അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് ജാനകിയോട് ആ ഒരു ഇൻവിറ്റേഷൻ്റെ എല്ലാ ലെറ്റേഴ്സും അവന് കൊടുക്കാൻ വേണ്ടി പറയാണ്. സിദ്ധാർത്ഥ ആ 10 എണ്ണത്തിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം, അത് അവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും നോക്കിയിട്ട് അവരും പറയുന്നുണ്ട് സൂപ്പർ സെലക്ഷൻ ആണെന്ന്. അതേസമയം മേഘ ഒരു സ്ഥലത്ത് അവളുടെ അച്ഛനെയും കാത്ത് നിൽക്കുകയാണ്. ഒരുപാട് സമയമായിട്ട് നിൽക്കുകയാണ് മേഘ. അതിൻ്റെ ഒരു ഈർണ്ണ ദേഷ്യമൊക്കെ അവളുടെ മുഖത്തുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ബൈക്കിലായിട്ട് ശരവണൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരവണൻ്റെ പഴയ ലുക്കേ ആയിരുന്നില്ല. ഒരു ചെറിയ ചെറുപ്പക്കാരനായ ചെക്കനെ പോലെയാണ് ശരവണൻ അങ്ങോട്ടേക്ക് വന്നത്. അതും ബൈക്കിൽ കയറിക്കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. മേഘ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ട് കുറച്ച് ദൂരത്തോടായിട്ട് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മേഘയാണെങ്കിൽ അതിശയത്തോടെയാണ് അച്ഛനെ നോക്കുന്നത്. അവൾക്ക് തൻ്റെ അതിശയം അടക്കാനാവുന്നില്ല. കാരണം ഒരു ചെറിയ ചെറുക്കനെ പോലെ ജീൻസ് പാൻറ്റും ഷർട്ടും അതുപോലെ കൂളിംഗ് ഗ്ലാസും പോരാഞ്ഞതിന് കഴുത്തിൽ ഗോൾഡ് ചെയിനൊക്കെ ഉണ്ടായിരുന്നു. മേഘ അതിശയത്തോടെ ചിന്തിക്കുകയാണ്, അച്ഛൻ തന്നെയാണോ ഇത്? ഇതെന്താ പുതിയ ബൈക്ക്, ജീൻസ് പാൻറ്റ്, ഷർട്ട്, കൂളിംഗ് ഗ്ലാസ്, അതൊന്നും പോരാതെ ഗോൾഡ് ചെയിന് വരെ. ഇതൊക്കെ വാങ്ങിക്കാൻ അച്ഛൻ്റെ കയ്യിൽ എവിടുന്ന പണം? മേഘ ഇങ്ങനെ സംശയത്തോടെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അതേ സംശയം തന്നെയായിരുന്നു ശരവണനുണ്ടായിരുന്നത്. അയ്യോ, പുതിയ ബൈക്ക്,
പാൻറ്, ഷർട്ട്, കൂളിംഗ് ഗ്ലാസ്. എന്നിട്ട് അയാൾ കഴുത്തിൽ കിടന്ന മാല എടുത്ത് നോക്കുകയാണ്. അയ്യോ, ഈ സ്വർണ്ണമാല ഇതൊക്കെ വാങ്ങിക്കാൻ പണം എവിടുന്നാന്ന് മേഘ ചോദിക്കുമല്ലോ. എന്താ ഇപ്പം അവളോട് മറുപടി പറയുക? ആ, എന്തെങ്കിലും പറഞ്ഞ് അവളെ ഒഴിവാക്കാം. അങ്ങനെ ശരവണൻ നേരെ മേഘയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് മേഘ ആദ്യം അച്ഛനെ ക്ഷണിച്ച് സ്വീകരിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. വാ അച്ഛ, ഇവിടെ ഇരിക്കേ. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്ന സമയത്ത് മേഘ അതിശയത്തോടെ ചോദിക്കുകയാണ്, ഇതെന്താ അച്ഛാ, അച്ഛൻ്റെ കോലം തന്നെ മാറിയല്ലോ, ഇപ്പം മനസ്സിലാവുന്നേ ഇല്ല. ഞാനാണെങ്കിൽ അച്ഛന് വാങ്ങിക്കൊടുത്ത വീട് വരെ ഞാൻ വിറ്റു കളഞ്ഞു. ഇനിയിപ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നുണ്ടാവുക, വല്ലാതെ വിഷമിക്കായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അച്ഛനെ കാണുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള, അത്യാവശ്യം നല്ല ജീവിത ചുറ്റുപാടുള്ള ഒരാളായിട്ടാണല്ലോ തോന്നുന്നത്. മേഘ തൻ്റെ സംശയം മറച്ചു പിടിക്കാതെ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ശരവണൻ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ, ഇതൊരു ഫുട്പാത്തിൽ നിന്ന് വാങ്ങിച്ച കൂളിംഗ് ഗ്ലാസ് ആണ്. ഈ കഴുത്തിലുള്ളത് ഗോൾഡ് ചെയിനൊന്നും അല്ല, ഇതൊരു സാധാരണ ഗോൾഡ് കവറിങ് ചെയിനാണ്. ഓ, അങ്ങനെയാണോ? അപ്പോൾ ആ ബൈക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചപ്പോൾ വേഗം ശരവണനെ അങ്ങോട്ടേക്ക് നോക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് നീ പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ഒരാളടുത്തു നിന്ന് ഞാൻ കടം വാങ്ങിച്ചിട്ട് വന്നതാ മോളെ. ഓ, അങ്ങനെയാണോ? മേഘയുടെ സംശയം അപ്പോഴും പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരവണൻ അത് വളരെ കൂളായിട്ട് പറയുന്നുണ്ട്, അതേ മോളെ, അല്ലാതെ പെട്ടെന്ന് എന്നെ കൊണ്ട് എങ്ങനെയാണ് പണക്കാരനാവാൻ സാധിക്കുക? അതാ ഞാനും വിചാരിച്ചത്. എനിക്ക് തന്നെ എൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് വരാനാവും? ശരവണൻ തലതാഴ്ത്തിയിട്ട് അതൊക്കെ സമ്മതിക്കുകയാണ്. മേഘ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല പിന്നെ സുരേന്ദ്ര ജയിലിൽ തന്നെയല്ലേ ഉള്ളത്? അത് കേട്ട സമയത്ത് ശരവണൻ ഒന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.